ഇന്ന് രാത്രി നസറായ നമ്മുടെ നടുവിലുണ്ടെന്ന്. തിരിഞ്ഞപ്പോൾ 7 നക്ഷത്രം വലങ്കി പിടിച്ച 7 പന്ത്രണ്ടാക്കുന്ന നടുവിൽ വലിയങ്ക ധരിച്ച് മാരത്ത് പങ്കച്ചകിട്ടവനായി മനുഷ്യപുത്രനോട് സദൃശനായവന് ഞാൻ കണ്ടു. അടുത്ത വാക്യം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. അവന്റെ തലയും തലമുടിയെല്ലാം ഡൈ അടിച്ചെന്നല്ല, പിന്നെയോ വെളുത്ത പഞ്ഞി പോലെ. അടുത്ത വാക്യം വായിച്ചു. ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. പിന്നെ കാലുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടന് സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവിടുത്തെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഇന്ന് രാത്രി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവം നിന്നോട് ഇടപെടും. പെരുവെള്ളം ഇളകി വരുന്നത് പോലെ, ഇരച്ചു വരുന്നത് പോലെ ദൈവം നിന്നോട് ഇടപെടും. അപ്പോൾ ശക്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ടും. ഇവിടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. വേറൊരു ഭാഗത്ത് സാവധാനത്തിൽ മൃദുശബ്ദമെന്ന 19:11 വായിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:11. അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചു. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാന്നുള്ളത് എനിക്കറിയാം. അറിയാത്ത ആരെങ്കിലും ദൂരെ ഇരിപ്പുണ്ടെങ്കിൽ അവരൊന്ന് അറിഞ്ഞോട്ടെ. 19:11 താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളില്. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിലൊന്നുമില്ലായിരുന്നു. പിന്നെ കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഒരു ഭൂകമ്പം. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം എനിക്കൂടെ വിടവ് താന്ന്. കാറ്റ്, ഭൂകമ്പം, 3ാമത് തീ. അവിടെ വായിക്കുന്ന തീ ദൈവം ഇല്ലായിരുന്നെന്ന്. അന്നേരം നമ്മൾ പറയും ആ തീ കത്തട്ടെന്ന്. ഏത് തീയാന്നുള്ളത് ചിന്തിച്ചോണം. സ്തോത്രം. തീക്കകത്തും ഇല്ലായിരുന്നെന്ന. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അല്ലല്ലോ. വെറുതെ എന്തിനാ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അപ്പൊ ഇതിന് പുറകെ ഒരു തീയിലും ദൈവം ഇല്ലായിരുന്നു. അടുത്ത വാക്യം വായിക്കേ. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. സാവധാനത്തിൽ ഒരു മൃദുസ്വരം. കണ്ടോ? വെളിപ്പാട് 14:15 പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. ഇവിടെ വായിക്കുന്നത് സാവധാനത്തിൽ ഒരു മൃദുസ്വരം. അങ്ങനെയും ദൈവം ഇടപെടും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഒരു മന്ദസ്വരമെന്ന. അതാ മന്ദസ്വരം. 26:14 വായിച്ചേ. ഇയ്യോബ് 26:14. എന്നാൽ ഇവ അവന്റെ വഴിയുടെ അറ്റങ്ങളത്രേ, നാം അവനെ കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ മന്ദസ്വരം, വെളിപ്പാടിൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:11-12 താഴോട്ട് പഠിക്കുമ്പോൾ അവൻ സാവധാനത്തിൽ മൃദുസ്വരം എന്ന് പറഞ്ഞാൽ ഏത് നിലയിലും ദൈവം നമ്മോട് ഇടപെടും. ശക്തമായിട്ടും ദൈവം ഇടപെടും, ശാന്തമായിട്ട് ഇടപെടും, സൗമ്യമായിട്ട് ഇടപെടും, സാവധാനത്തിൽ ഇടപെടും. മന്ദസ്വരമായി ദൈവം സംസാരിക്കും. അത് സ്വപ്നങ്ങളിൽ കൂടിയും ദർശനങ്ങളിൽ കൂടിയും വെളിപ്പാടുകളിൽ കൂടിയും വചനത്തിൽ കൂടിയൊക്കെ ദൈവം നമ്മോട് ഇടപെടും. ഇന്ന് രാത്രി ഏത് നിലയിൽ ദൈവം സംസാരിച്ചാൽ ഏറ്റെടുത്ത് അനുഗ്രഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ വിഷയത്ത് വരണം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും ആദരണീയരായ ദൈവദാസന്മാർക്കും ചില ദൈവമക്കൾക്കൊക്കെ മനപാഠമാണ്. കാരണം ഇതുപോലുള്ള കൺവെൻഷൻ യോഗങ്ങൾ നടക്കുമ്പോൾ അധ്യക്ഷൻ മുൻപോട്ട് വന്ന് പറയും, നമ്മുടെ ഈ മഹായോഗത്തിൻ്റെ അനുഗ്രഹത്തിന് 3 കർത്തൃദാസന്മാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ചില സ്ഥലങ്ങളിൽ സമയം നോക്കി പറയും. അപ്പോൾ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ വന്ന് പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ 1-2 വാചകം. കർത്താവേ, കാലാവസ്ഥ അനുകൂലമാക്കി മൈക്ക്, ലൈറ്റ്, സൗണ്ട് എല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നു. പിന്നെയും നിന്റെ കൃപ ചൊരിയണം. ഇന്ന് രാത്രി നിന്റെ ദാസനെ ഉപയോഗിക്കണം, ശക്തമായിട്ട് ഇടപെടണം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കാൻ അരുളി ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെട്ടതിൻ്റെ ശബ്ദം കേൾപ്പിക്കണം. മരത്തിൻ്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഞങ്ങളോട് ഇടപെടണമെന്നൊക്കെ സന്ദർഭോചിതമായിട്ട് ഉച്ചസ്ഥരം പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം. പലരും പ്രാർത്ഥിക്കുന്നെങ്കിലും കഥയറിയാതാണ് പ്രാർത്ഥിക്കുന്നത്. കാദേശിനെ നടുക്കിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇനി അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥന മുടക്കാമെന്ന ആളല്ല ആ വാക്യം.
അപ്പൊ ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചിന്തിക്കുക. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഈ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധമെന്ന് എണ്ണിയ സ്ഥലം, ദൈവത്തിന് വിശുദ്ധം. അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. എന്നാൽ ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഏൽ മിഷ്പാത്ത് എന്ന. ഏൽ മിഷ്പാത്ത് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കാദേശിന്റെ പണ്ടത്തെ പേര് ഉൽപ്പത്തി 14:6. ഏമിരെയും സായിർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാന്മാരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തി വന്നെന്ന. ഒന്നുകൂടെ വായിച്ചോ, ഞാൻ വെള്ളം കുടിക്കാം. ഏമിരെയും സേയിർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന എൻ മിഷ്പാത്തിൽ വന്നു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്നു. അപ്പൊ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്നാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം, യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, ഖദർലായോമോർ, തീദാൻ ആദിയായ ബാബിലോണിന് ചായ്വുള്ള 4 പേരുമായി, ബേര, ബിർശ, ശിനാവ്, സോവർ ആദിയായ സോദോമ്യ ചായ്വുള്ള 5 പേരുമായി യുദ്ധം നടത്തി. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേർ ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തൻ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞ, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു. പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം എന്ന മമ്രയുടെ തോപ്പി പാർക്കുക. ആ മമ്ര എന്നുള്ളത് ഒരു അമോര്യനാ. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേറും യഷ്കോലും. അങ്ങനെ മമ്രെ, ആനേർ, യഷ്കോൽ. തൻ്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. ഞാനിങ്ങനെ പറഞ്ഞ വീണ്ടും ജനനം പ്രാപിച്ച 318. അതാ കുറച്ചുകൂടെ നല്ലത് നമ്മോട് ബന്ധപ്പെട്ട്. വീണ്ടും ജനനം പ്രാപിച്ച 318. പിന്നെ മമ്രെ, ആനർ, യഷ്കോൽ അവരും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേർ അന്ന് രാത്രി സോദോമിനെ കൊള്ളകിട്ട വമ്പൻ രാജാക്കന്മാരെ അമ്പേ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പോൾ ഇവരെ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. അപ്പോൾ ന്യായവതിയുടെ സ്ഥലത്തെയാണ് പിന്നത്തേതിൽ കാദേശാക്കി, യഹോവയ്ക്ക് വിശുദ്ധമാക്കി. നമ്മോട് ബന്ധപ്പെട്ടുള്ള പാഠം, ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവതിക്ക് അർഹരായി പോയവരാ. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. ആ ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട്, ആരും നമ്മളെ മൈൻഡ് ചെയ്യാതെ അവൻ തിരുവചനത്തിൻ്റെ അവൻ ഭാഷയൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ പാപത്തിൻ്റെ ദാസന്മാരായി, പാതാളത്തിൻ്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് യേശു ക്രിസ്തുവാകുന്ന പരിശുദ്ധ ദൈവം നമുക്ക് വേണ്ടി കാൽവരിയിൽ തൻ്റെ പരിശുദ്ധ ജീവനെ തന്ന്, പരിശുദ്ധ രക്തമൊഴുക്കി, പരിശുദ്ധ നിണമൊരുക്കി നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. ഇപ്പോൾ നമുക്ക് പ്രത്യേക പദവി തന്നിരിക്കുക. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അനുവാക്യമൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് വിശേഷണമായ ചില പദങ്ങളുണ്ട്. സഹോദരന്മാര്, വിശുദ്ധ സഹോദരന്മാര്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ, ദൈവമക്കള്, അതുപോലെ തന്നെ പരദേശികള്, പ്രവാസികള്, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ആ സന്ദർഭോചിതമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. എങ്ങനെ രക്ഷപ്പെടും, ആര് രക്ഷിക്കും, എവിടെ പോയാൽ രക്ഷപ്പെട്ടും എന്നോർത്ത് നെട്ടോട്ടമോടിയൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിന് വേദപുസ്തകം പഠിപ്പിക്കുന്ന പദങ്ങൾ അജ്ഞാനകാലം, പണ്ടത്തെ കാലം, മുൻകാലം, പഴയ കാലം, അറിയായ്മയുടെ കാലം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ആ തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊരു പാട്ടും പാടുമായിരുന്നു, അന്നേ മരിച്ചു പോയെങ്കിൽ. ആ കാലത്ത് നമുക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവം ആരാന്നറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. അതിനെപ്പറ്റി ഒത്തിരി നേരത്തെ എങ്ങനെയായിരുന്നെന്ന് തിരുവചനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ എടുപ്പിച്ച് വായിക്കുന്നില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമോ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമോ 5-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യമോ, അതുപോലെ തന്നെ പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം 5-ഉം 6-ഉം തീത്തോസ് 3-ന്റെ 8-ഉം ഒക്കെ വായിക്കേണ്ടതായി. എല്ലാം വായിക്കാൻ നേരമില്ല. ഗലാത്യർ 4-ന്റെ 8 വായിച്ചോ, അതിനെ ഇപ്പം നേരമുള്ളൂ. ഗലാത്യ ലേഖനം 4-ന്റെ 8 മുതൽ ഈ പോട്ടെ. ആ കണ്ണിക തുടങ്ങുന്ന മുതൽ
എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ അറിയാതെ. നേരത്തെ എങ്ങനെയായിരുന്നു? എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ കൃപയിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് അറിയായ്മയുടെ കാലം, അജ്ഞാനകാലം, പണ്ടത്തെ കാലം, മുൻകാലം, അങ്ങനെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ അന്ന് ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിനെ അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയി എന്ന് ഭയപ്പെടുന്നെന്നാ. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആ ഭാഗത്ത് കണ്ടോ? എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ. നമ്മളൊക്കെ നേരത്തെ ദൈവത്തെ വിളിക്കുന്നവരാ, അല്ലയോ? പള്ളിയിൽ പോകുന്നവരെല്ലാം ദൈവത്തെ വിളിക്കുക. പള്ളി ചെന്ന് എൻ്റെ വിജയ എന്നാണോ വിളിക്കുന്നത്? ദൈവത്തെയാ വിളിക്കുന്നത്. അമ്പലത്തിൽ പോകുന്ന മാന്യ സഹോദരന്മാരുണ്ട് ക്ഷേത്രങ്ങളിൽ, അവരും ദൈവത്തെ വിളിച്ചാ പോകുന്നത്, ഇല്ലേ ജോഡി? മുസ്ലിം സഹോദരന്മാർ അവരും ദൈവത്തെ, രീതിയും ട്യൂണുമൊക്കെ വേറെയാണെന്നില്ല, അവരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തെയായി വിളിക്കുന്നത്. നമ്മളുമൊക്കെ അങ്ങനെയാ പോയത്. പണ്ട് അമ്പലത്തിൽ പോകുന്ന സമയത്ത് പാടെ ചൊല്ലാറുണ്ട്, ഇപ്പോഴും ചിലർ ചൊല്ലും, അറിയാം. മലയ്ക്ക് പോകുന്ന സഹോദരന്മാരും ദൈവത്തെ വിളിച്ചായി പോകുന്നത്. അയ്യനെ നിനച്ചെന്നു വിളിച്ചുടൻ പയ്യനേരം പുലരുന്ന ജാന്തരെ ചൊവ്വിനോടെ തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ളോരയ്യപ്പാകിമ, അങ്ങനെ ചൊല്ലുന്നത്. അപ്പൊ അവരും ദൈവത്തെയാ വിളിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പോകുന്നവരും ദൈവത്തെ വിളിക്കുന്നവരാ. പള്ളിയിൽ പോകുന്നവരും ദൈവത്തെയാ വിളിക്കുന്നത്. മോസ്കിൽ പോയി നിസ്കരിക്കുന്നവർ അവരും ദൈവത്തെയാ വിളിക്കുന്നത്. നമ്മളുമൊക്കെ അങ്ങനെ നേരത്തെ. പക്ഷേ ഏത് ദൈവമാ, സത്യദൈവം ഏതാണെന്ന് നമുക്കൊരു കാലത്ത് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. അത് ഈ കൃപയിൽ വന്നപ്പോൾ മനസ്സിലായി. ഏക സത്യ നിത്യദൈവമായ യേശു ക്രിസ്തു. പൗലോസിന്റെ ഭാഷയിൽ പറയുക, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. മുമ്പേ ഓർപ്പിച്ചല്ലോ വാക്യം, തീത്തോസ് 2:11 മുതൽ ആ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശ. സോമൻ പാസ്റ്റർ എവിടെ പോവുക? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശ. ആരെങ്കിലും ഇടയ്ക്ക് ഇനി പോണേ, അത്യാവശ്യം പൊക്കോണേ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകരുത്. അതുപോലെ നിർബന്ധം ചുമതലപ്പെട്ടവർ പൊക്കോ, അല്ലാത്തവർ ഇടയ്ക്ക് പോയാൽ അതൊരു സഹോദരി എവിടെ പോവാ? അവിടെ എനിക്ക് നിർബന്ധമായ കാര്യമാണ്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു മഹാദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാണ്, സത്യദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രി അവിടുന്ന് മാത്രമാ ദൈവം. ഇത് നമുക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അനേക ഇടങ്ങളിൽ പോയി അനേക കാര്യങ്ങൾ നമ്മൾ ചെയ്തു. എവിടെല്ലാം പോയത്തോളം പോയതൊന്നും ഇപ്പം വിവരിക്കുന്നില്ല. ചിലർ ഉരുണ്ടു, ചിലർ നിരങ്ങി, ചിലർ കമന്ന് കിടന്നു, ചിലർ എന്തെല്ലാം കാര്യം, ഓരോ സാധനങ്ങളെല്ലാം കൂടെ പെറുക്കി കെട്ടിക്കൊണ്ടുപോയി. ഇരമ്യാ പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. പ്രവാചകൻ പറയാ ഇതെല്ലാം ചെയ്തിട്ടും സകല മുഖവും വിളറിയിരിക്കുന്നെന്ന്. എനിക്ക് നിങ്ങളുടെ ചിലരുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, സകല മുഖവും. എന്നാൽ ഒരു കാര്യം പറയാം, യേശുവിനെ അറിയുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ഒരുവൻ നമ്മെ വീണ്ടെടുത്തു. നമുക്ക് മനസ്സിലായി യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്ന് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അല്ലാ പൗലോസ് വളരെ കൃത്യമായി പറയുക, എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യം ദൈവത്തെ അറിയാതെ, അല്ല സത്യദൈവത്തെ അറിയാതെ അവൻ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി എണ്ണം ഉണ്ട്. ചുമ്മാ ഇരിക്കുന്നതിനെ എല്ലാം പിടിച്ചങ്ങ് ദൈവമാക്കുക. ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അങ്ങ് ദൈവം കളിക്കാം. പെണ്ണുങ്ങൾക്ക് ആ കാശ് കൂടുതൽ, അവർ ദൈവം കളിച്ചാലാ ഒക്കുന്നത്. നമ്മൾ ദൈവം കളിച്ചാന്ന് സ്തോത്രം പോലും പറയാൻ ഒക്കുന്നില്ല, പിന്നെ ഞാൻ ദൈവം കളിക്കുന്നു. സ്തോത്രം തന്നെ പറഞ്ഞ് പിന്നെ ദൈവം കളിച്ചാലും നോക്കുകയാണ്. അതൊക്കെ അവരതിന് പരുവത്തിന് ദൈവം കളിക്കും. തള്ളയൊക്കെ കാശിഷ്ടം പോലെ അടിച്ച് മാറ്റുന്നുമുണ്ട്, അത് വേറെ വിഷയം പോട്ടെ. എന്നാൽ സ്വഭാവത്താൽ ഇവരാരും ദൈവം അല്ലെന്ന്. അതിനാ ഇന്നാളെ പരസ്യം കണ്ടില്ലയോ, ദൈവത്തിന് ശ്വാസം മുട്ടലാണെന്ന്. പിന്നീട് കോവിഡും വന്നു ദൈവത്തിന്. അതുകൊണ്ട് ദൈവം ഇപ്പം ആരെയും ദർശിക്കുന്നില്ല. പിന്നീട് ചോദിച്ചു ദൈവം എന്തിയാ? ദൈവം ഐസിയുലായെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പണ്ടൊരു ദൈവത്തെ പറ്റി പറഞ്ഞു, വെന്റിലേറ്റർ ഇല്ല, അതെടുത്താൽ ദൈവം മിക്കവാറും പോകാൻ. എവിടാന്നൊന്നും ചോദിക്കരുതേ. സ്തോത്രം. സ്വഭാവത്താൽ ഇവരാരും ദൈവം അല്ല.
അല്ല. എടാ, ഒരുവൻ ദൈവം കളിച്ചാൽ അതിന് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഒന്ന്, ദൈവം കളിക്കാൻ സർവജ്ഞാനി ആയിരിക്കണം, സർവശക്തനായിരിക്കണം, സർവവ്യാപിയായിരിക്കണം, സർവത്തെയും നിർമ്മിച്ചവനായിരിക്കണം, സർവത്തെയും നിയന്ത്രിക്കുന്നവനായിരിക്കണം, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനായിരിക്കണം. അവിടുന്ന് ആ ദൈവം. ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്, സാറ് കൊടുത്ത പ്രയോഗമാ, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവത്തെ പറ്റിയാ. അതിന് മാത്രമല്ല, ഇതിനും വേണം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവമാണ്. കാണുന്ന ലോകത്തിനല്ല കാരണഭൂതനായവൻ അവിടുന്നാണ്. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്ന ഈ 14 ലോകമുണ്ടെന്ന, മേളിലും താഴെയായിട്ട് അതലം വിതലം നിതലം സുതലം ഇങ്ങനെ മേളും കീഴിയായിട്ട് ഈ 14 ഉണ്ടെന്ന. 14 20 ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഉടക്കം ഉണ്ടാക്കണ്ട. എത്രയുണ്ടേലും കൊള്ള സാറിന്റെ ഭാഷ്യമാ, സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവ വൃന്ദവാന്തിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാദിവൻ മോദതും സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലൊന്നോര പ്രിയമം. അത് തിയോളജിയന്മാർക്ക് ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടും. ഏലൊന്നോര പ്രിയമാ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? ഏലന്നോര പ്രിയമാം നാമമോദിയത് മൂലവസ്തുമാം നാഥനുപദേശിച്ചിതല്ലോ. ഇലോകി ശബ്ദായി യുയലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈജനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മാനുഷരറിയെന്നാൽ ഇവൻ ആഘാതത്തിൽ തന്നല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി കിടക്കുക, ഇതെങ്ങനെ ഉണ്ടായത്? ഇപ്പോഴും തപ്പി നടക്കുകയാണ്, ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്? എടാ, ഉണ്ടാക്കിയവൻ മുകളിലുണ്ടെന്ന്. ഉണ്ടാകട്ടെന്ന വാക്കിലല്ലയോ സകലത് ഉളവായത്. പ്രൈസ് ദ ലോർഡ്. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാദികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മഹത്വ ബോധനം നടത്തുവാൻ ഈ ഉലകങ്ങൾ ദൈവമയൽപ്പൂ നിജാത്മാനം കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരക്കാജനീ തന്നിൽ കിടന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈയനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ളൊരു തപ്തതപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ? മോശകിൻ നാവിനെ നീ പ്രവർത്തിച്ചമമാക്കി സ്വേഷയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശയുടെ നാവിനെ പ്രവർത്തിക്ഷമമാക്കി. വിക്കുവൊക്കെ ആയിരുന്നു ജനിച്ചപ്പോഴല്ല. നാളെ ഒരാൾ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ പിന്നെ ആയിരുന്നെന്ന. ഏതാണ്ട് ശരിയാകാനാ സാധ്യത. ആയിക്കോട്ടെ. അല്ലേ നമ്മൾ പറഞ്ഞ, അയ്യോ ബേച്ചനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരോടും വർത്താനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം സഭായത്തിന് താമസിച്ചേ വരുവുള്ളൂ. ആശീർവാദത്തിന് മുന്നേ പോവുകയും ചെയ്യും. മിണ്ടുന്ന ഒന്നുമില്ല. ബേച്ചൻ്റെ കാര്യം എല്ലാവരും അല്ലേ? അപ്പോൾ പുള്ളി അങ്ങനെ വിക്കായെന്ന. ആയിക്കോട്ടെ. ആ വിക്കുള്ള മോശയെ പ്രവർത്തിക്ഷമമാക്കി നാവിനെ. മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. കുരിയാട കഴുത അന്നേരം നല്ല ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞേ? സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണപ്പെടുകളായി. ദാശർ എന്ന വാക്കിന്റെ അർത്ഥം ദീവരര് മുക്കുവർ. അതാ ദാശർ. ഷായാന്ന് സായല്ല. ദാശർ മുക്കുവർ. ദീവരര് ദാശരെ പ്രഭാഷണം പടുക്കളാക്കി തീർത്തു. അയ്യോ, മീൻ പിടിച്ച് നടന്നവന്റെ മേലൊക്കെ അഭിഷേകം അങ്ങോട്ട് വ്യാപരിച്ചു. ദൈവകൃപ ചൊരിഞ്ഞപ്പോൾ ഒറ്റ പ്രസംഗം 3000 എണ്ണം അകത്ത് കയറി. നടന്നു പോയാൽ നെടൽ തട്ടി അന്നേരം രോഗി സൗഖ്യമാണ്. നമ്മൾ ഉരുട്ടിക്കുട്ടി പിടിച്ചാൽ പോലും ഒരെണ്ണം സൗഖ്യമാകുകയല്ല. നേടലടിച്ചാൽ സൗഖ്യമാണെന്ന്. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. നമസ്തേ
ദേവദേവ നമസ്തേ വിശ്വവന്ദ്യ നമസ്തേ ദേവദേവ നദജന പാലന പാരായണ. കൊല്ലാൻ നേരമില്ല, ഇത് ഞാൻ എഴുതിയതല്ല, സൈമൺ സാറിന്റെ വരികളാ. അപ്പോൾ ഇതാ ദൈവം, സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും പടച്ചവൻ, സകലത്തെയും ചമച്ചവൻ, അവിടെ അനാദിയായി ശ്വാസനമായി നമ്മുടെ ദൈവമാ. 90-ാം സങ്കീർത്തനം മനപ്പാടമല്ലേ? കർത്താവ്, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയായി ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായി ശ്വാസനമായി നമ്മുടെ ദൈവമാ. ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും. എന്റെ സഹപടന്മാരോട് പറയട്ടെ, ആ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇതിനപ്പുറം ഒരു ഭാഗ്യമൊന്നുമില്ല. ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ എപ്പോഴും പറയും, എൻ്റെ ഉള്ളം തുടിക്കാനുള്ളതിൻ്റെ ഒരു കാരണം പറയാം. എന്നേക്കാൾ കഴിവുള്ള ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും കരുത്തും ബലവും കഴിവും മിടുക്കും വൈഡൂര്യം മാണിക്കും നഗവരണിയും ഉക്ഷരാകി എന്ന് വേണ്ട ഈ രക്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശക്തിയുള്ള ബലമുള്ള ജ്ഞാനമുള്ള അറിവുള്ള സൗന്ദര്യമുള്ള ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം അനുവദിച്ചില്ല. ജ്ഞാനമില്ലാത്ത, കഴിവില്ലാത്ത, ബലമില്ലാത്ത, കൃപ യാതൊരു കഴിവില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത, സൗന്ദര്യമില്ലാത്ത, പോഷനാകുന്ന എന്നെ ഈ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം നിർത്തിയതോർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറയാ, ഈ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ആക്കി, ദൈവം നമ്മെ തെരഞ്ഞെടുത്തി. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കി ആയതല്ല, ദൈവം നമ്മെ ആക്കിയതാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. സ്തോത്രം. ഞാൻ കൗൺസിലാ, സെന്ററാ, അവൻ പ്രസിഡന്റാ, നല്ല വിഷയം. ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവൻ ഞാൻ കാശുള്ളവനാ, മിടുക്കനാ, സൗന്ദര്യം, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. സകലരും ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മെ ആക്കി തീർത്തല്ലോ. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് സർവജ്ഞനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തെ ഭജിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അപ്പൊ ആട്ടെ, ഓടിച്ചു പോകാ. ഈ കാലേശ് എന്ന വാക്കിനേർത്ത് യഹോവയ്ക്ക് വിശുദ്ധം. അങ്ങനെയുള്ള ഈ കാദേശ് നടുങ്ങി. എന്തുവാ ഈ കാദേശ് നടുങ്ങാൻ കാരണം? ഒന്ന് രണ്ട് കാര്യങ്ങൾ കമ്പിവാചകം പോലെ നമുക്ക് ചിന്തിക്കാം. ഈ കാദേശ് എന്ന് പഠിക്കുമ്പോൾ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. ഒരു വാക്യം വായിച്ച ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14. ഇപ്പോൾ എഴുന്നേറ്റ് സേരേത് തോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേത് തോട് കടന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് വായിക്കുമ്പോ സമയം പോകും, ഞാൻ ഓടിച്ചങ്ങ് പറയാം. ഇപ്പോൾ എഴുന്നേറ്റ് സേരേത് തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേത് തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരേത് തോട് കടക്കുമ്പോൾ 38 സംവത്സരം. അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന് അവിടുത്തെ പദം പറയാതിരിക്കാനൊക്കത്തില്ല. അടുത്ത പദം പിന്നെയുണ്ട്, അവർ മുടിഞ്ഞു തീരുന്നത് വരെ. അപ്പോൾ ഓടിച്ചു പറഞ്ഞാൽ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലം ആ കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെല്ലോ നല്ല സ്ഥലമാണ്. ഏതൻ തോട്ടം കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലം കനാനാണ്. 4 അതിരുകളാ. കിഴക്ക് ബാശാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടാ. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, വിശുദ്ധ നാട്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, ഇന്ന് മനോഹര ദേശം, പല പേരുകളാണ്. കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശത്ത് വന്ന് കുടിയേറി. അതുകൊണ്ടാണ് കനാന് 11 മക്കളുണ്ടായിരുന്നെന്ന. ആ 11 കൂടെ വന്ന് കുടിയേറിയത് കൊണ്ട് ഈ ദേശം പിന്നെ പിൽക്കാലത്ത് കനാൻ ദേശം എന്നറിയപ്പെട്ടു. നോഹയുടെ മക്കളാന്ന്, കൊച്ചുമക്കളാന്നല്ലോ കനാന്യരും ഫെലിസ്തീനും എല്ലാം നോഹയുടെ കൊച്ചുമക്കളാണ്. നോഹയ്ക്ക് 3 മക്കൾ നമുക്കറിയാം, ഷേമ്, ഹാമ്, യാപത്ത്. അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് കനാന്യരും ഫെലിസ്തീനും. വായിക്കാമെങ്കിൽ സ്പീഡ് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 10:1, 10:6, 10:13, 14, 15, 11, 10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം 10:1 വായിക്കും. ചടിയാടാന്ന് വായിക്കും. അക്കാലത്ത് യഹോവ എന്നോട് എന്നാ വായിക്കുന്നത്? ഉൽപ്പത്തി 10:1 വായിക്കാൻ പറഞ്ഞു. യോശുവ ആയിരിക്കും വായിക്കുന്നത്. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നവരുടെ വംശം. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11-ന്റെ 10 വലത്ത് വശത്ത് മേളിൽ 11-10. ഷേമിന്റെ വംശപാരമ്പര്യമാണ്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിന് ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖിന് 30 വയസ്സായപ്പോൾ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന്
32 അവൻ വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം ഷെറൂഗിന്. 30 അവൻ വയസ്സായപ്പോൾ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം നാഗോറിന്. 29 അവൻ വയസ്സായപ്പോൾ തേരകനെ ജനിപ്പിച്ചു. 26-ാം വാക്യം തേരകിന്. 70 വയസ്സായപ്പോൾ അവൻ അബ്രാം നാഗോർ ഹാരാൻ 3 പേരെ ജനിപ്പിച്ചു. 27-ാം വാക്യം തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരകിന്റെ വംശപാരമ്പര്യം. അവർ തേരക അബ്രാമിനെയും നാഗോറിനെയും ഹാരാനും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്നെ ജന്മദേശത്ത് കലിതയുടെ പട്ടണമായി ഊരി വെച്ചതിന്റെ അപ്പനാകുന്ന തേരകിന് പിന്നെ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. തലമുറയുണ്ടായിരുന്നില്ല. തേരകത്തിന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായി അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായി കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. നേരമില്ലാത്തതുകൊണ്ടാ. ഇനി അടുത്തത് ഹാമിന്റെ 4 പിള്ളേര്. 10-6 ഉൽപ്പത്തി 10-6. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ 4 പേര്. അത് രണ്ടാമത്തവൻ മിസ്രയീം. അവൻ 6 പിള്ളേര്. 13-ാം മിസ്രയീമോ 13 മിസ്രയീമോ ലൂദി, പത്ലൂസിയും കത്ലൂസിയും 6. ഇനി 15-ാം വാക്യം കനാന്റെ പിള്ളേര് 11. അടുത്ത വാക്യം വായിച്ചേ. കനാൻ തന്റെ ആദിജാതനായ സീദോൻ, ഹേത്ത്, യെബൂസ്, അമോര്, ഹിർഗീസ്. അപ്പൊ ശ്രദ്ധിച്ചേ, നേരമില്ല. അപ്പോൾ ഇതാണ് കനാന്യ ചരിത്രം. ഇവര് കനാൻ ദേശം എന്ന് കൈയടക്കി ഇവരുടെ പേരിനാൽ ഈ ദേശം അറിയപ്പെട്ടു. ശ്രദ്ധിക്കുക, സുന്ദര സുരബലമായ നല്ല ദേശമായിരുന്നു കനാൻ ദേശം. കനാന്റെ പ്രത്യേകത ഒത്തിരി കൊണ്ട് എല്ലാം വിസ്തരിക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12, 106-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യവും ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടമൊക്കെ പഠിക്കുമ്പോൾ സുന്ദര സുരബലമായ ദേശം എല്ലാം പറയുന്നില്ല. ആവർത്തന 8-ന്റെ 7 മുതൽ വായിച്ചേ. ആവർത്തന 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊഴുക്കുകൾ, ഉറവകളുടെ തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ്, യവോ, മുന്തിരി, അത്തിയുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ചു പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. 50 വർഷം ഈ സഭയെ ഈ സെന്ററിന് ദൈവം നടത്തി സ്തോത്രം ചെയ്യണം. 77 വയസ്സ് ദൈവം നടത്തി. സ്തോത്രം ചെയ്തല്ലോ. വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്യണം. നമ്മേക്കാൾ മിടുക്കന്മാർ മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിയും ഇവിടെ വരുവാനും ഇരിക്കുവാൻ ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്യണം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യാൻ. സ്തോത്രം സ്തോത്രം. ചിലയിടങ്ങളിൽ ചെന്നാൽ സ്തോത്രം ചെയ്യല്, ദൈവത്തെ ആരാധിക്കല്. ഈ പ്രായമുള്ളവര്, ക്ഷീണിതരും രോഗികളുമുണ്ട്. അവരുടെ കാര്യം അല്ല പറയുന്നത്. അവർക്ക് മറ്റുള്ളവരെ പോലെ ഒക്കത്തിൽ അവരെ ഞാൻ ഒഴിച്ചു നിർത്തുക. എന്നാൽ ചിലയിടങ്ങളിൽ ചെന്നാൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ സെന്ററാണ്, പ്രസിഡന്റാണ്, കൗൺസിലാണ്, ഞാൻ ജനറലാണ്, ഞാൻ വൈസ്രോയ, ഞാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ പനിയന, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജി, എന്തോ കുന്തം. എടാ, ദൈവത്തെ ആരാധിക്കേ. ദൈവം നിനക്ക് ആയുസ് തന്നില്ലേ? ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ? ദൈവം നിനക്ക് ബലം തന്നില്ലേ? ഇന്ന് രാത്രി നിങ്ങൾ എന്തുവാ പറയുന്നത്? ദൈവത്തെ സ്തുതിക്കേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ പുലർത്തി നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം പറ. സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ. ദയ എന്നേക്കുമുള്ളത്. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എനിക്ക് ഒരു 1.5 മണിക്കൂടെ പ്രസംഗിച്ച കൊള്ളാന്നുണ്ട് പറയത്തില്ലേ? അച്ചായൻ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്. കൃത്യസമയത്ത് യോഗം നിർത്തും. ഞാൻ നിർത്തുമ്പോൾ ഓർത്തോണം അത് അച്ചായൻ എന്നോട് പറഞ്ഞ സമയമെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല ദേശത്തേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. നല്ല ദേശം. ഈ ദേശത്തിന്റെ വിശേഷ ഫലങ്ങളാ കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. ഒന്നുകൊന്ന് മെച്ചം. എത്രയുണ്ടെന്ന് എണ്ണിയായിരുന്നോ മോൻസിപ്പാസ്റ്ററെ? വായിച്ചെന്നല്ലാതെ എണ്ണിയില്ല. 7 എണ്ണിക്കോ. കോതമ്പ് വായിക്കാൻ ആവർത്തന 8-ന്റെ 7 മുതലല്ലേ വായിച്ചത്?
നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം, ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം, ഒലിവ വൃക്ഷവും തേനും ഉള്ള ദേശം. ഗോതമ്പ് യവം മുന്തിരി അത്തി മാതള ഒലിവ് തേൻ 7. കനാൻ നാട്ടിൽ 7. മിസ്രൈമിലോ 6. പുന്നോച്ചാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് ഞാൻ കണ്ടു പറയാനത് 6. വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ്. കാർത്തിപ്പള്ളി സഭ ഇരിക്കുമ്പോൾ ഒത്തിരി അടുപ്പമാണ്. അന്ന് മിസ്രൈമിൽ 6. വായിച്ചേ സംഖ്യ 11:4. പെട്ടെന്ന് സംഖ്യ 11:4. മിസ്രൈമിൽ 6, കനാനിൽ 7. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹായ ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മേൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി. 6. അപ്പൊ കനാനിൽ 7, മിസ്രൈമിൽ 6. അതൊന്നും വിവരിക്കുന്നില്ല. അപ്പൊ ഈ 7 എണ്ണം 7 വസ്തുതകളാണ്. ഒന്നുക്കൊന്നുക്ക് മെച്ചം. ഗോതമ്പ്, നല്ല ഗോതമ്പ് കനാനില. നമുക്ക് കിട്ടുന്നതെല്ലാം പിശിടാം. അതിലെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ജനലെ പിടിച്ചു വേണം കടിക്കാൻ. ഇരുന്നോണ്ട് കടിച്ചാലൊന്നും ചപ്പാത്തി ഏക്കുകയല്ല. താമസിച്ച് എന്നാൽ ചപ്പാത്തി വയ്ക്കും. തങ്കച്ചൻ താമസിച്ച് വന്നാന്ന് ചപ്പാത്തി നമ്മളോട് ചോദിക്കും. എവിടെയെങ്കിലും മുറുക്കമുള്ളിടത്ത് പിടിച്ചേച്ച് വേണം ചപ്പാത്തിയെ കടിക്കാൻ. അതല്ലേ പ്രായമുള്ളവർക്ക് നിങ്ങൾ ചപ്പാത്തി കൊടുത്ത് ആദ്യം അതുങ്ങൾ പിച്ച് കീറിയിടുന്ന കാണാം. എന്നുവെച്ച് പറയും സൂസമ്മ ഇച്ചിരി കൂടുതൽ ഒഴിച്ചോ. ഒഴിച്ചാലും ഉടനെ എടുക്കുകയല്ല, കുറച്ച് നേരം നോക്കിയിരിക്കുന്നത് കുതിരാൻ. നല്ല ചപ്പാത്തിയല്ല, നല്ല ഗോതമ്പല്ല. എന്നാൽ കനാനിൽ നല്ല ഗോതമ്പാ. ഇത് കഴിക്കുന്നവനെ കണ്ടാലറിയാം. എന്താ ഇതിന്റെ പാഠം? ആത്മിക ജീവിതത്തിൽ വന്ന് നീ ദൈവഭക്തിയോടെ, ദൈവവചനത്തോടെ, കൃപയോടെ വചനം ധ്യാനിച്ചങ്ങോട്ട് ധ്യാനിച്ചാൽ നിന്നെ കണ്ടാലറിയാം. നീ യോഗത്തിന് വന്നാലറിയാം. നിന്റെ മോന്ത കാണുമ്പോൾ അറിയാം നീ കഴിച്ചത് എന്നതാന്ന്. നിന്റെ കയ്യടി കാണുമ്പോൾ അറിയാം ഇത് കഴിച്ചത് എന്നതാന്ന്. എടാ, പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടനെ എങ്ങനെ ഭക്ഷിക്കണമെന്നും എങ്ങനെ ഭക്ഷിക്കരുതെന്നും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഭക്ഷിക്കണം, എങ്ങനെ ഭക്ഷിക്കരുത്, എങ്ങനെ ഭക്ഷിക്കണം കുഞ്ഞമ്മാമേ? അമ്മാമ്മ ഇവിടെ വന്നത് തന്നെ എങ്ങനെ ഭക്ഷിക്കണം? തിടുക്കത്തോടെ. പിന്നെ ആരെ കെട്ടണം? പിന്നെ ചെരുപ്പിടണം. പിന്നെ വാടി പിടിക്കണം. പിന്നെ കയ്പ് ചീര. പിന്നെ ഇത്രയിലും ഒപ്പിച്ച് തന്നല്ലോ, വലിയ കാര്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നരുത്, ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. വായിച്ചേ പുറപ്പാട് 12:7. എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് 12:7. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടിന്റെ കട്ടളക്കാർ രണ്ടിലും കുറുമടിമലും പുരട്ടണം. അന്ന് രാത്രി തന്നെ തീ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അതിനെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുത്. ഞാനങ്ങ് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞത് അവിടുത്തെ യോഗം മുടക്കരുതേ. എന്നെ കൊണ്ട് വായിപ്പിക്കാൻ ഇയാൾ വരണ്ടെന്ന് പറയരുത്. ഞാൻ വന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെ തിന്നണം, എങ്ങനെ തിന്നരുത്. ഒറ്റ വാക്ക് പറയാ, ചുട്ട് തിന്നണം. എങ്ങനെ തിന്നരുത്? പച്ചയ്ക്കും തിന്നരുത്, പുഴുങ്ങിയും തിന്നരുത്. ഈ വചനം തിന്നേണ്ടതുപോലെ തിന്നാൽ, ഇത് ഭക്ഷിക്കേണ്ടതുപോലെ ഭക്ഷിച്ചാൽ നിനക്ക് വിടുതല. ഇത് അതിവേഗത്തിലോടുന്ന തിരുവചനമാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇപ്പോഴേ ഈ ചുട്ടൊന്നും അല്ല തിന്നുന്നത്. ചുട്ട് തിന്നുന്ന ബുദ്ധിമുട്ടാ കേട്ടോ. മാംസം വാർന്നെടുക്കണം, രക്തമെല്ലാം കളയണം. രക്തത്തോടു കൂടി മാംസം തിന്നരുതെന്നാ. അത് വാർന്ന് രക്തമെല്ലാം കഴുകി വൃത്തിയാക്കി കെട്ടി തൂക്കി ഇടുകയോ അല്ലെ ചാരി വെക്കുകയോ തത്തുല്യമായ നിലയിൽ വെച്ചതിന് ശേഷം കനൽ കൂട്ടി, പൂവത്തും കനലാണ് നല്ലത്, അവിടെ ഇരുന്ന് ഊതി അത് കത്തിച്ച് പരുവത്തിനാക്കി മാംസം എടുത്ത് അതിനകത്ത് വെച്ച് ചൂടണം. ഇട്ടേ ചോടാനൊക്കത്തില്ല. ഇപ്പോഴത്തെ ഞാൻ സഹിതം പല ഉപദേശിമാർ ഇട്ടേ ചോടുകല്ലേ. പ്രാർത്ഥിച്ചു തുടങ്ങിയ ചുടനെ പിന്നെ മൊബൈലില്ല. സ്റ്റേജിൽ ഇരിക്കുമ്പോഴും മൊബൈലിൽ, പിന്നെ യോഗത്തിനാണ്, പിന്നെ നാടകത്തിലിരിക്കുകയാണോ? ആരാധനയ്ക്ക് കയറുമ്പോൾ അതുപോലെ അത്യാവശ്യം ചുമതലപ്പെട്ടവരൊന്ന് നോക്കിയാൽ എതിർക്കുന്നില്ല. ചുമതലപ്പെട്ടവർക്ക് ചിലപ്പോൾ ഒരാൾ വരാൻ താമസിച്ചു, അത്യാവശ്യം, അത് ന്യായമല്ലേ? വരുന്നവനെല്ലാം പന്നി ഇരുന്ന് മാന്ത് പോലെ മാന്തുക. നീ ആരാധനയ്ക്ക് വരുന്ന 2 മണിക്കൂർ, ആ 3 മണിക്കൂർ നീ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ആ മൊബൈൽ മാറ്റി വെച്ചേച്ച് നീ ദൈവത്തെ മഹത്വപ്പെടുത്ത. അത് സ്റ്റേജിലിരുന്ന് മൊബൈൽ തോണ്ടി എഴുന്നേൽക്കുമ്പോഴൊന്നും നിന്നെ അടിച്ചില്ല ദൈവം ഇളക്കും. നീ ദൈവത്തെ ഭയപ്പെട്. വേറെ 21 മണിക്കൂർ വേറെ ഉണ്ടല്ലോ, തോണ്ടാലും മാണ്ടാലും. ഈ 3 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് നീ ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് നീ
നിങ്ങൾ ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങി. ഞാനാന്ന് ഇപ്പം എടമ്മല നോക്കാറാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് എന്നാ നോക്കാനാ? സ്തോത്രം. പണ്ടൊരു തെങ്ങേന് നിന്ന് തല പോയപ്പം പെമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതിലും വലുതേതാണ്ട് വരണ്ട, ഇനി ഇതിലെല്ലാം തലയാ പറയാം. എനിക്കിനി എൻ്റെ യേശുദാസെ ഒന്നും അടിച്ച് ഞാൻ ശരിയാക്കും. നീ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കുമ്പോൾ ബാക്കി ബിസിനസ് മാറ്റുന്നേ. പാട്ടുകാരോടും കൂടെ നിങ്ങൾ, ഞാൻ എന്നെയും കൂടെ ഉപദേശിമാര് ശുശ്രൂഷയാ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയാ. അതിനിടയ്ക്ക് നീ ഇതിനകത്ത് നിന്ന് മെസ്സേജ് വിടുക, കുന്തം വിട്ടാ നിന്റെ ഓടാലി അടിച്ചു ദൈവത്തിന് മഹത്വം. ദൈവത്തെ ഭയപ്പെടുക, ഈ ദൈവത്തെ ആരാധിക്കുക, ആ യഹോവയെ ഭയപ്പെടുക, ആ രാജാവിനെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. കൃപയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നല്ല സ്ഥലത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗോതമ്പ് യവം വിസ്തരിക്കാൻ നേരമില്ല. ഗോതമ്പ് യവം മുന്തിരി, മുന്തിരി നല്ലതല്ലയോ? അതല്ലേ ഉത്തമഗീതത്തിൽ മുന്തിരിയുടെ നൽകി എന്നെ ശക്തീകരിക്കണം, നാരങ്ങ തന്നെ തണുപ്പിക്കണം. ഇത് നിന്നെ ശക്തീകരിക്കുന്നതാ. മാത്രമല്ല അത്തി രോഗശാന്തി തരുന്നതാ. അത്തിപ്പടക്കറ്റ കൊണ്ട് പരിമന്മെ പുരട്ടിയപ്പോൾ പുള്ളി ഇടയെന്നങ്ങ് എഴുന്നേറ്റു. തത്തുല്യമായൊരു സംഭവം ഉണ്ട്, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അതേ നോക്കൂ, ദാവീദ് ശത്രുക്കളുമായുള്ള യുദ്ധത്തിന് പോയപ്പോൾ ദാവീദിന്റെ പട്ടണമെല്ലാം കയറി അമാലിക്കര് തീയിട്ട് ചുട്ടു. ദാവീദ് തിരിച്ചു വന്നപ്പോൾ പട്ടണമെല്ലാം ചുട്ട് ഭാര്യമാരെയും പിടിച്ചുകൊണ്ട് പോയി. പിള്ളേരും പീഡിപ്പിക്കപ്പെട്ടു. ദാവീദ് ബലമില്ലാതാകുവോളം കരഞ്ഞു. ജനമെല്ലാം കൂടെ പറഞ്ഞ് കല്ലെറിഞ്ഞു വന്നേക്കാൻ. അതങ്ങനെ ആണല്ലോ. ക്ഷീണം വന്ന് കണ്ട അന്നേരം ഏറ് വരും. പിന്നെ അന്നേരം ഏറി ചുമ്മാ പോകുന്നതിനും കയറി ഒരു ഏറെറിഞ്ഞു പോകും. എറിഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ ദാവീദിന്റെ വിശേഷം, ദാവീദോ ദൈവത്തിൽ ബലപ്പെട്ടു. നിന്നെ അവിടെ നിന്ന് ഇവിടെ നോക്കി എറിയുമ്പോൾ നീ തിരിച്ചറിയാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്, കേസ് കൊടുക്കാൻ പോകരുത്, വക്കീലിന് കാശ് കൊടുക്കരുത്, സ്വോത്രകാഴ്ചപാത്രത്തിലെ കാശെടുത്ത് വക്കീൽ കുഞ്ഞുഞ്ഞിന് കൊടുക്കരുത്. നീ ചെയ്യേണ്ട കാര്യം പറയാ, മുട്ടയിലിരിക്കണം. നീ മുഴങ്കാലിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. അതാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ദൈവമക്കളെല്ലാം കൂടെ താബോർ മലയുടെ മുകളിൽ സ്തോത്രം, ദബോറയുടെ നേതൃത്വത്തിൽ നഫ്താലിയുടെ ശബുലൂന്റെ 10,000 പേര് താബോർ മലയുടെ മുകളിൽ കയറി ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം തമ്പുരാൻ താഴ്വരയിൽ യുദ്ധം ചെയ്തു. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ആ യുദ്ധത്തെ പറ്റി പാട്ട് പാടുക. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്ക് കരഞ്ഞു വന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. ആ പുസ്തകത്തിൽ വായിക്കുന്നത്, നക്ഷത്രങ്ങൾ പൊരുതി അവ സീസരയുമായി സുഗതികളിൽ പൊരുതി. എൻ മനമേ നീ ബലത്തോടെ നൽകുക. അന്ന് വൽകിതത്താൽ സൂര്യ വൽകിതത്താൽ കുതിരക്കുളമ്പുകളെ കെട്ടറ ചെയ്തു എന്ന് പറഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ പൊരുതി. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. പ്രാർത്ഥിച്ച് ബലപ്പെട്ടാൽ മതി. ഒറ്റവാക്കി പറഞ്ഞാൽ ഇവർ യുദ്ധം ചെയ്ത് ദാവീദ് ദൈവത്തെ ബലപ്പെട്ട് അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു ഏബോധ് കൊണ്ടുവരാൻ. ഏബോധ് ഇട്ടിട്ട് ആലോചിച്ച് പറഞ്ഞു, ആ പരീക്ഷയുടെ പുറകെ പോകാൻ പറഞ്ഞു. 600 പേരെയും കൂട്ടി ചെന്ന് ബസോർത്തോട് കിടക്കാൻ 400 പേർ കൊക്കുന്നില്ല. ഇഷ്ടമുള്ളവരെയും കൂടെ ചെന്നപ്പോൾ ഒരുത്തനെ കണ്ട് എടുത്തോണ്ട് ദാവീദിന്റെ, അവൻ ക്ഷീണിതനാ, രോഗിയാ. പേരെന്നാന്ന് ചോദിച്ചു. ഞാനൊരു മിസ്രൈമേ ബാല്യക്കാരൻ. എന്തുവാ ജോലി? ഒരമാലേക്കിന്റെ പ്രത്യൻ. വായിപ്പിക്കുന്നില്ല, 30 കിടപ്പുണ്ട്. ഒരമാലേക്കിന്റെ പ്രത്യൻ. എന്തോ പറ്റി? എൻ്റെ അച്ഛാ, ഞാൻ ഇക്കാലം മുഴുവൻ അമാലേക്കിനെ സേവിച്ചതാ. 3 ദിവസം മുമ്പ് ഞാൻ രോഗിയായപ്പോൾ ഞാൻ ഇതുവരെ സേവിച്ച എൻ്റെ യജമാനൻ എന്നെ വഴിയിലിട്ടേച്ചു പോയി. നീ ലോകത്തിൻ്റെ പുറകെ പോയാൽ, ഇംഗ്ലാവ് വിളിക്കാൻ പോയാൽ, ആരോഗ്യവും ആക്കവും ഒക്കെ ഉള്ളപ്പോൾ നിന്നെ മതി, അല്ലെ നിന്നെ വഴിയിലിട്ടേച്ചു പോകും. എന്നാൽ നീ വാർദ്ധക്യം അറിയുമുള്ള കാലത്തോളം ചുമക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ പുരുഷായുസ്സിൽ യേശുവിനെ സേവിച്ചാൽ, യേശുവിനെ ശുശ്രൂഷിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിനെ പ്രസംഗിച്ചാൽ ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റി വിരിച്ചു തരും. വിസ്തരിക്കുന്നതിൽ ഇവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന്, അതാണ് 30-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അവനോട് ചോദിച്ചത്, നിന്റെ പേര്? അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രൈമ്യ ബാല്യക്കാരൻ, അമാലേക്കിന്റെ പ്രത്യൻ. അവനെ കൊണ്ടുവന്നത് 11-ാം വാക്യത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ 11 വായിച്ചങ്ങ് നിർത്താം. 11 വായിച്ച് 30-11 മോൻസി പാസ്റ്റേ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-11 16 ആദ്യം വായിക്കേണ്ടത്, വായിക്കേണ്ട 11 വായിച്ചങ്ങ് നിർത്താം. വായിക്കും. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു. ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പൊക്കിയെടുത്തവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. 4 കാര്യം കൊടുത്തു. അപ്പം കൊടുത്തു, അത് തിന്നു. പിന്നെ അവൻ കുടിപ്പാൻ വെള്ളവും കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ, അപ്പം കൊടുത്താൽ വെള്ളവും കൊടുക്കണം. ചിലർക്ക് അപ്പം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളം അവിടെ ഇല്ല. വെള്ളം കുടിക്കാനും ഒക്കത്തില്ല, വെള്ളം
കൊടുക്കുന്നുമില്ല. അഥവാ ആരെങ്കിലും കുടിച്ചാൽ അവരുടനെ വിലക്കുകയും ചെയ്യും. അത് അപ്പം തന്നെ വന്ന തൊണ്ട കുരുങ്ങും. വെള്ളവും കൊടുക്കണം. അത് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ആദ്യം അപ്പം കൊടുത്തു, പിന്നെ അവന് വെള്ളം കൊടുത്തു. ഒരു കഷ്ണം അത്തിയട കൊടുത്തു. നിർത്തണേ. അപ്പം, വെള്ളം, അത്തിയട, ഇതെല്ലാം കനാനിലുണ്ടെന്ന്. ഗോതമ്പിന്റെ അപ്പവേ അത്തി. പിന്നെ വേറൊരു നാലാമത്തെ സാധനം 2 ഉണക്കമുന്തിരിക്കുലയും കൊടുത്തു. 2 ഉണക്കമുന്തിരിക്കൊല. നിർത്തണേ. അപ്പം, വെള്ളം, അത്തിയട, 2 ഉണക്കമുന്തിരിക്കൊല. ഈ 4 കൂട്ടം സാധനം ഈ രോഗിയായി, ക്ഷീണിതനായി, തളർന്ന്, ആരുമില്ലാതെ, മരണവക്ത്രത്തിൽ അകപ്പെട്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഇവന് പൊക്കിയെടുത്ത് കൊടുത്തു. അപ്പം, വെള്ളം, അത്തിയട, ഉണക്കമുന്തിരിക്കൊല. ഈ 4 കൂട്ടം കുടിച്ചു. അടുത്ത വാക്യം, അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. ഇന്ന് രാത്രി നിനക്ക് ഉயிருണ്ടാക്കുന്നതാ കനാനിലെ ഭക്ഷണം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ പെന്തിക്കോസ് വന്നതാ നിന്റെ ഭാഗ്യം. ഇതിനകത്ത് വന്നാൽ നിനക്ക് രോഗശാന്തിയുണ്ട്. ഇതിനകത്ത് വന്നാൽ തിരുവചനത്തിന്റെ മർമ്മം പിടികിട്ടും. ഇതിനകത്ത് വന്നാൽ നിനക്ക് ആശ്വാസമുണ്ടാകും. യേശു മാത്രമാ രക്ഷകൻ. മറ്റൊരുത്തനും രക്ഷയില്ല. നിന്റെ രോഗം മാറ്റുവാൻ, ക്ഷീണം മാറ്റുവാൻ, തകർച്ച മാറ്റുവാൻ, തളർച്ച മാറ്റുവാൻ കഴിവുള്ള നാസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. അച്ചായൻ എന്നോട് പറഞ്ഞ സമയമായി. ഇന്ന് രാത്രി ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ക്ഷീണങ്ങൾ നീക്കി, രോഗങ്ങൾ മാറ്റി, എൻ്റെ മനോവേദനകൾ മാറ്റി, എന്നെ ഇന്ന് രാത്രി ബലപ്പെടുത്തണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാകട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടാം. മനോഹര ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നത്. പാലും തേനും ഒഴുകുന്ന ദേശം. ഗോതമ്പുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, അത്തിയുണ്ട്, മേതളമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്. സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പായിരിക്കുന്നത്, മലയ്ക്കുന്ന താമരം വെട്ടിയെടുക്കുന്ന ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആനന്ദമേ, പരമാനന്ദ ആനന്ദമേ, പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ ചേർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ആദരണീയ കർത്തദാസനീയ അബ്രഹാം ജോർജ് അവൽകളോടും ഈ സംഘടന ചുമതല വഹിക്കുന്ന എല്ലാ ആദരണീയ കർത്തദാസന്മാരോടും എല്ലാ സഹശുശ്രൂഷകന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. ഓർക്കുന്ന വേളയിൽ എളിയവനെയും കുടുംബത്തെയും തിരുവല്ലായിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.